റാപ്പർ വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പേരും പുകഴും നാൾക്ക് നാൾ കൂടി വരികയാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ പൊടുന്നനെ ഉണ്ടാകുന്ന പ്രശസ്തി പല ആൾക്കാരെയും അലോസരപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും പ്രത്യക്ഷത്തിൽ ഹിന്ദുത്വ സംഘടനകളിലെ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാവരും എന്ന് പറയുന്നില്ല എങ്കിൽ പോലും പല ആൾക്കാർക്കും, പ്രത്യേകിച്ചും ശ്രീറാം സേന എന്നൊരു സംഘടനയിലെ ഒരു ആൾ, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അടക്കം ഇപ്പോൾ പോലീസിന് മാനന്തവാടി SHO യ്ക്കാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് 4 വർഷം മുൻപേ പാടിയ പാട്ടിലെ ചില വരികൾ അടർത്തിയെടുത്ത് അത് മോദിക്ക് എതിരെയുള്ള പരാമർശമാണ്, സ്വാഭാവികമായിട്ടും രാജ്യവിരുദ്ധ പരാമർശമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പരാതി. എന്തായാലും പരാതികൾ കൂടുന്തോറും വേടന്റെ മൈലേജും വേടന്റെ പേരും കേരളത്തിൽ പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നല്ല രീതി ആ മനുഷ്യനെ ഇപ്പൊ ആൾക്കാരങ്ങ് വാനോളമാണ്. ആ മനുഷ്യന്റെ പാട്ടും അതുപോലെ അതിന്റെ ക്യാരക്ടറും അദ്ദേഹം അതിന് പ്രതികരിച്ചിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം അത് പറയുന്നത് അവര് പറഞ്ഞോട്ടെ, ഇത്രയും വൈകിയത് എന്താണ് അത്ഭുതം മാത്രമേ ഉള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. അത് മാത്രമല്ല, അവർ കുറെ കഴിയുമ്പോൾ നിർത്തിപ്പോയിക്കോളും. പുള്ളി വളരെ കൂളായിട്ട് വളരെ കുറെ കഴിയുമ്പോൾ നിർത്തിപ്പോയിക്കോളും. പക്ഷെ ഞാനിത് തുടരും, എൻ്റെ ജോലി ഇതാണല്ലോ. എനിക്കിപ്പോൾ തൊണ്ട വയ്യാത്തതുകൊണ്ട് പുള്ളി കുറച്ച് നാൾ റെസ്റ്റ് എടുക്കുവാണ്. അതായത് ഞാനിത് പൂർണ്ണമായിട്ട് നിർത്തത്തൊന്നുമില്ല. ഞാനിത് എന്നെ കൊണ്ട് പറ്റുന്നത്രയും കാലം ഞാനിത് തുടരും, എഴുത്തും തുടരും. ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇതിന് മാറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് വേടൻ മാറുമോ? ഒരിക്കലും ഇല്ല, വേടൻ മാറരുത് കേട്ടോ എന്ന് അവർ തന്നെ, മാധ്യമപ്രവർത്തകർ തന്നെ പുള്ളിയോട് പറയുന്നു. ശരി, പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കമന്റുകളായിട്ട് വരുന്നൊരു കാര്യമാണ്, മാധ്യമപ്രവർത്തകർ ഇത്രയും ക്ഷമയോടുകൂടി ഒരു ചോദ്യം ചോദിക്കുന്നത് വേടനോടായിരിക്കും. സ്വാഭാവികമായിട്ടും ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി പ്രതികരിക്കുന്ന ഒരു പക്വത കൊണ്ടാണ്. ഈ പറഞ്ഞ പോലെ എത്ര അലോസരപ്പെടുന്ന ചോദ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും വളരെ വ്യക്തമായിട്ട് വ്യക്തിഹത്യ നടത്താത്ത രീതിയിൽ കൃത്യമായി പോയിന്റുകൾ പറയുന്ന ഒരു കലാകാരൻ, പ്രായത്തിൽ കവിഞ്ഞുള്ള പക്വതയുള്ള ഒരു കലാകാരൻ. അത് മാത്രമല്ല, ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കാൻ നിൽക്കുമ്പോൾ ചോദിച്ചോളൂ, പറയാം നിങ്ങൾക്ക് എന്താണ് ചോദിച്ചതെന്നൊക്കെ ഈ ഒരു മറുപടിക്കും ചോദിക്കുന്നുണ്ട്. എന്താണ് ഞാൻ പുള്ളിയെ ഇപ്പൊ മോദിയെ കുറിച്ചാണ് പാടിയെന്ന് ചോദിച്ചാൽ പുള്ളി നിഷേധിച്ചില്ലാതെ ഞാൻ അത് തന്നെയാണ് പാടിയത്. ജനാധിപത്യ രാജ്യത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറയുന്നു. അതുപോലെ പറഞ്ഞാൽ പുള്ളി ഏറ്റവും കൂളായിട്ട് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല, കുറെ കഴിയുമ്പോൾ നിർത്തി പോയിക്കോളും, പണിക്ക് പോയിക്കോളും എന്ന വളരെ എന്നിട്ട് ചമ്മിച്ചു വിട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ കോര പ്രശ്നം ഇടയ്ക്ക് വേറൊരു ഒരു വർഗീയവാദി വന്നിട്ടുണ്ട്, VK ബൈജു. അല്ല, ഇടയ്ക്കിടയ്ക്ക് ജിഹാദി പ്രശ്നങ്ങളും മറ്റതും മറിച്ചൊക്കെ ആയിട്ട് മൊത്തം ജിഹാദികളാണ്, അതാണിതാന്നൊക്കെ പറഞ്ഞു വരുന്നത്. എനിക്കൊന്ന് ഈ നേരത്തെ പറഞ്ഞ സേനയുടെ ഏതോ പ്രസംഗത്തിലാണ്, അല്ല ഒരു സമ്മേളനത്തിനെ കണ്ട പുള്ളിയും വന്ന് ഇങ്ങനെ പ്രസംഗിച്ചെന്ന് എനിക്ക് തോന്നുന്നു. വേടനെ അടിച്ചിറക്കണം, വേടന്റെ പാട്ടുകൾ നിരോധിക്കണം, വേടനെ കയറി തല്ലും, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പോലീസ് ഈ പരാതിയിൽ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ വഴി നോക്കും എന്നുള്ളൊരു അക്രമത്തിന്റെ ട്രാക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ തടയും. അത് തന്നെ കഴിഞ്ഞ ദിവസം അവര് ടീച്ചർ, ശശികല ടീച്ചർ എന്ന് പേരുള്ള അവരും ആ വേടനെ കുറിച്ച് അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ഇവർക്കൊക്കെ വേടനോട് എന്താണ് ഇത്ര വെറുപ്പും വൈരാഗ്യം വരാൻ കാര്യം? കാരണം എനിക്ക് തോന്നുന്നു 100% അയാളുടെ രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയം ഇൻ ദ സെൻസ് ഒരു പാർട്ടിയോടോ അല്ലെങ്കിൽ ഒരു മതത്തോടുള്ള പ്രതിബദ്ധതയല്ല, നമ്മുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് വേടൻ അയാളുടെ വരികളിൽ എഴുതി പിടിപ്പിക്കുന്നതെന്നാണ് തോന്നാറ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം, അദ്ദേഹത്തെ കരിവാരി തേച്ച് സർക്കാർ തന്നെ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഓരോ സ്റ്റേജിലും മാറിക്കൊണ്ടിരുത്തിയാണ്. അതാണ് കാരണം അവരുടെ ചിന്ത മുഴുവനും ഞങ്ങളുടെ സൈഡാണ് വേടനെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വോട്ടുകൾ കിട്ടിയാലോ, അടുത്ത ഇനിയിപ്പോൾ തീരാൻ പോകില്ലേ, ഭരണം തീരാൻ പോകായതുകൊണ്ട് ഇനി ചിലപ്പോൾ കിട്ടിയാലോ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ള ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വേടൻ ജനസമ്മതി കൂടി വരികയാണ്. അതുകൊണ്ട് ശരിക്കും ഓരോ പാർട്ടി, ഇവൻ പരാതി കൊടുത്തപ്പോഴും എനിക്ക് ഇതിനു മുമ്പ് കൊടുത്ത പരാതിയിൽ BJP നേതൃത്വം പറഞ്ഞിരിക്കുന്നത് വേടനെതിരെ പരാതി കൊടുക്കേണ്ടത് ആരാണ് കൊടുത്തത്, അത് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. വേടൻ വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ എതിർക്കുന്ന പല പാർട്ടികളിലെയും വക്താക്കൾ ഇദ്ദേഹത്തെ പേഴ്സണലി വിളിച്ചിട്ട് വേട നിന്നോട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള വിരോധവും വ്യക്തിവിരോധവും ഒന്നുമില്ല, നീ ഒന്നും വിചാരിക്കരുത് എന്ന രീതി പറയുന്നുണ്ടെന്നാണ് വേടൻ പറയുന്നത്. ഈ പുറത്തുനിന്ന് ഇദ്ദേഹത്തോട് ഈ വൈരാഗ്യം സംസാരിക്കുന്ന ആൾക്കാരും ഫോണിൽ വിളിച്ച് പറയുന്നത് പല പാർട്ടികളുടെയും എന്നാണ്. വേടൻ പാർട്ടിയൊന്നും പറഞ്ഞത്, അത് അദ്ദേഹത്തിന്റെ മാന്യത എന്ന് തോന്നുന്നു. എന്തായാലും വേടന്റെ വിജയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ മലയാള ചരിത്രത്തിൽ തന്നെ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും ആ വിവാദങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് മാറുന്ന, പോസിറ്റീവായിട്ടുള്ള ഒരു ജനപിന്തുണ കിട്ടുന്ന മറ്റൊരു കലാകാരൻ മലയാളത്തിൽ ഇന്നേ ഒരു ഉണ്ടായി കാണില്ല. അതെ, ഗായകൻ, ഒരു കലാകാരൻ, ഒരു ഗായകൻ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കണക്ക് തന്നെ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു കേസ് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ജനസമ്മതിയെ കുറച്ചില്ലെങ്കിൽ പോലും അതൊരു തെറ്റാണ് എന്ന് അദ്ദേഹം കൃത്യമായി അഡ്രസ്സ് ചെയ്തു. ഇനി എൻ്റെ കൂടെയുള്ള അനിയന്മാരും എന്നെ കേൾക്കുന്ന ആൾക്കാരും ഒന്നും ഇത് ഫോളോ ചെയ്യാൻ പാടുള്ള കാര്യമല്ല, എന്നിൽ നിന്ന് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആകരുത്, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, എനിക്കൊരു നല്ല വ്യക്തിയായി മാറാൻ സാധിക്കുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് തൻ്റെ തെറ്റ് അഡ്മിറ്റ് ചെയ്തെടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വലിപ്പം നമുക്ക് കാണാൻ സാധിച്ചു. കൃത്യമായിട്ട് തന്നെ ചെയ്ത തെറ്റാണെന്ന് സമ്മതിച്ചു, അതിനെ ന്യായീകരിക്കാൻ നിന്നില്ല. ഇല്ല, അതാണ് അയാളുടെ ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയം എന്ന ജയ് നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ചെയ്തത് കഞ്ചാവിന്റെ എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ ഒരിക്കലും ഇതൊന്നും ഉപയോഗിക്കരുത്, തെറ്റ് തന്നെയാണെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി അത് നിർത്താനും തയ്യാറായിരുന്നു. അതുമാത്രമല്ല, സ്റ്റേജിൽ പുള്ളിയുടെ ആ ഒരു
പാട്ടൊക്കെ നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സ്റ്റേജൊക്കെ ഉണ്ടല്ലോ, ആൾക്കാര് ചെളിവാരി അതിന് സ്റ്റേജിൽ പുള്ളി കയറി നിന്ന് പറയും, ദയവായി നിങ്ങൾ സഹകരിക്കുക, സുരക്ഷാ സേനയോട് സഹകരിക്കുക, കാരണം എനിക്ക് നിങ്ങൾക്ക് പാടിത്തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹകരിക്കണം. ഇത് വളരെ ചെറിയൊരു സ്ഥലമാണ്, 2000 പേർക്കോ 3000 പേർക്കോ ഇരിക്കുന്ന സ്ഥലത്താണ് 15,000 20,000 വന്ന് കൂടി നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ അതുപോലെ ഈ എന്താ പറയുന്നത്, ഈ ജനറേറ്ററിന്റെ ഒക്കെ പുറത്ത് കയറിയിരിക്കുന്ന ആൾക്കാർ, അവർ മരത്തിന്റെ മുകളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരോട് പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ താഴെ ഇറങ്ങൂ, ദയവ് ചെയ്ത് അപകടങ്ങൾ ഉണ്ടാക്കരുത്, അത് പാടില്ല എന്ന രീതിയിൽ തന്നെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയ്ക്ക് വിനയാന്വിതനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, സമൂഹത്തോട് അത്രമാത്രം അടുത്ത് നിൽക്കുന്ന പ്രതിബദ്ധതയുള്ള ഒരു ഗായകൻ. എനിക്കൊന്നു കേരളത്തിന്റെ ഒരു മുത്തായി മാറിയിരിക്കുകയാണ് വേടൻ. കാരണം ഒരു ചരിത്രമാണ് വേടൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ അദ്ദേഹത്തെയാണ് ഈ ജാതി പേര് പറഞ്ഞത്. അതായത് അദ്ദേഹം ആ ഒരു എന്താ പറയുന്നത്, പട്ടികജാതി പട്ടികവർഗം അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗം ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വേടൻ ഇതിനൊന്നും അർഹതയില്ല. ആ ടീച്ചർ എന്ന് പറഞ്ഞ വ്യക്തി, ശശികല എന്ന് പറഞ്ഞ വ്യക്തിയും ഇങ്ങനെ, അവരെ എനിക്ക് ടീച്ചർ എന്ന് പോലും നമുക്ക് സംബോധന ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മുടെ സ്വകാര്യ ചാനൽ അല്ലാത്തതുകൊണ്ട്, നമ്മൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് നമുക്ക് ഒരു ടീച്ചർ എന്ന് വിളിച്ചല്ലേ പറ്റൂ. ഇനി എന്തായാലും ശശികല ടീച്ചർ ഒരു പാർട്ടിയുടെ വക്താവായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞത് വളരെ മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമാണല്ലോ. ഒരു ജാതി പറഞ്ഞാണ് അധിക്ഷേപിക്കുന്നത്, അവന്റെ സ്വത്വത്തെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നു, ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. ഗോത്ര വിഭാഗമായിട്ട് തനത് കലാരൂപം ഇതാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ശശികല ടീച്ചർക്ക് എത്ര ഗോത്ര വിഭാഗങ്ങളെയും അതിന്റെ തനത് കലാരൂപത്തെ അറിയാവുന്ന ചോദിച്ചാൽ അവർ ബബ്ബ അടിക്കുമായിരിക്കും. എന്തായാലും വേടന്റെ ശക്തി ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലേ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കണക്ക് VK ബൈജു എന്ന് പറയുന്ന വ്യക്തിക്കും ഏറ്റവും കൂടുതൽ അയാൾ അസ്വസ്ഥനാക്കുന്ന കാര്യം ഇതൊക്കെ തന്നെയായിരിക്കും. ഈ കഞ്ചാവ് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായിട്ട് വ്യക്തിഹത്യ നടത്തുകയാണ്. അത് മാത്രമാണ് റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ളത്. ഈ മോദിക്കെതിരെ പരാമർശം നടത്തി എന്നൊക്കെ പറഞ്ഞ് ചില വരികൾ മാത്രമാണ് ഈ ദേശവിരുദ്ധ പരാമർശം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം, അവർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ വേടൻ കൃത്യമായി അതിന് പക്വതയുള്ള ഒരു മറുപടി കൊടുക്കുന്നുമുണ്ട്. ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം വിമർശിച്ചത് മോദി എന്ന് പറയുന്ന വ്യക്തിയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിനെക്കാട്ടി ഉപരി മോദി എന്ന് പറയുന്ന വ്യക്തിയാണ്. രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കാം, പല കലാകാരന്മാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കാം. അത് വരികളിലൂടെ പാടാനും പങ്കുവയ്ക്കാനുമുള്ള റൈറ്റ് അല്ലേ, അതിനുള്ള അവകാശം, സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തന്നെ കൊടുത്തിരിക്കുന്നതാണ്. എന്തായാലും ഈ കാടൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അപരിഷ്കൃതമായിട്ടുള്ള ചില ഭാഷകളും പദപ്രയോഗങ്ങളുമാണ് വേടനെതിരെ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കേസ് ഒന്നും മുന്നോട്ട് പോകുന്ന കാര്യമല്ല. കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്, ഇത്തരത്തിൽ വേടൻ ഇനി പാടാൻ സമ്മതിക്കില്ല, വേടൻ ഈ പോലീസിന് കൊടുത്തിരിക്കുന്ന പരാതിയിന്മേൽ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വേടനെ കൈകാര്യം ചെയ്യും, വേടൻ ഇനി പാടാൻ സമ്മതിക്കില്ല, വേടന്റെ വേദികൾ കുളമാക്കും അടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവന്മാരുടെ ഒക്കെ കാര്യം കട്ടപ്പോയാൽ അമ്മമാരുടെ കാര്യത്തിൽ എനിക്കൊന്ന് ഈ ഏത് പാർട്ടിയിലും ഏത് മതത്തിലും പെട്ട എല്ലാ വിഭാഗത്തിലും പെട്ട ഈ ന്യൂ ജനറേഷൻ പിള്ളേർ, അത് പല പാർട്ടികളിലും പല മതത്തിലും പെട്ടവരുണ്ടാവും. അതിൽ കഞ്ചാവ് അടിക്കുന്നവരുണ്ടാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ടാകും, അല്ലാത്തവരുണ്ടെങ്കിലും പച്ചയായ ഒരു അബ്നോർമൽ ആയിട്ടുള്ളവരൊക്കെ വേടനെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവരൊക്കെ കയറി ഇവരെ അങ്ങ് പൊങ്കാല ഇടുമെന്നാണ്. ഇവരെന്ത് ധൈര്യത്തിലാണ് ഒരു കലാകാരൻ ഇങ്ങനെ, അദ്ദേഹം ഒരു കലാകാരനല്ലേ, അതിന് അവർക്കെതിരെയാണ് കേസ് എടുക്കേണ്ടത് സീരിയസ്ലി. കാരണം അവർ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അദ്ദേഹം ആരെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല, അദ്ദേഹം ആരെയും ഡിഫോമേഷൻ ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു കലാരൂപം സ്വന്തമായി റൈറ്റ് ചെയ്തുകൊണ്ട് നല്ല ശുദ്ധമായ ഭാഷയിൽ തനതായ ശൈലിയിൽ പാടുന്നു എന്നുള്ളതാണ്. അത് ജനങ്ങളുടെ സിരകളിൽ നിറയ്ക്കുന്ന ആവേശം, അത് അയാളുടെ കഴിവിന്റെ റിഫ്ലക്ഷനാണ്. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം പറഞ്ഞാണ് അടിച്ചമർത്തപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെയാണ്. അത് ശരിവെക്കുന്ന പോലെ തന്നെയല്ലേ നമ്മൾ അടുത്തതായിട്ട് കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞ പോലെ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സിജു എന്ന് പറഞ്ഞൊരു പയ്യൻ നേരെ ഉണ്ടായ ആക്രമണം. കാര്യം അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന വരികളിലെ കാര്യങ്ങൾ ഇപ്പോഴും സമകാലികമായിട്ട് നമ്മുടെ മലയാളത്തിലും നമ്മുടെ കേരളത്തിലും നടക്കുന്ന കാര്യമാണ്, മലയാളികൾക്കിടയിൽ നടക്കുന്ന കാര്യമാണ്, തിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു റെവല്യൂഷനാണ്. വേടന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് വിപ്ലവമാണ്, ചെറുത്തുനിൽപ്പാണ്. മാറ്റപ്പെടേണ്ട കാര്യങ്ങളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തുള്ള ജാതി വിവേചനങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു കലാകാരനാണ്. അത് അദ്ദേഹം വളർന്നു വന്ന അദ്ദേഹത്തിന് ചുറ്റുപാടുമുള്ള മനുഷ്യരും അദ്ദേഹവും അടക്കം സ്വയം അനുഭവിച്ച തിക്തഫലങ്ങളുടെ ഒരു ഫലമാണ്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന, നമ്മൾ ഈ തീയിൽ വാർത്തെടുത്തു എന്നൊക്കെ പറയില്ലേ, മോൾഡ് ചെയ്തു എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ വന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഉമ്മാക്കികൾ കാണിച്ചാലൊന്നും വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഭയപ്പെടാൻ പോകുന്നില്ല. അതെ അതെ.